ഫ്രണ്ട്സ്, ഈ 3D പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ കണ്ട ഒരു ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 3 കളർ പേപ്പേഴ്സാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് എല്ലാവരെയും മെഷർമെൻറ്റ് ഫോളോ ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ യെല്ലോ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് മടക്കിയിട്ട് ഈ ഒരു ഷേപ്പിൽ യു ആകൃതിയിലാണ് കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഏകദേശം 0.5 സെൻറ്റിമീറ്റർ വിട്ടിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പരമാവധി ഒരു 3 മിനിറ്റിൽ ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ആണ്. കാരണം എല്ലാവർക്കും വളരെ നീട്ടി വലിച്ചൊരു വീഡിയോ കാണാൻ താല്പര്യമില്ലയെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വളരെ ഷോർട്ടായിട്ട് കാര്യങ്ങൾ വളരെ വ്യക്തമാകുന്ന രീതിയിലുമാണ് ഞാൻ ഈ വീഡിയോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇത് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നടുവ് വെച്ചിട്ട് ഇതുപോലെ പിരിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിങ്ക് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ മടക്കി കൊടുത്തിട്ട് വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അറ്റഭാഗം, ഒരു സൈഡിൻ്റെ അറ്റഭാഗം ഇതുപോലെ കോർമതയുള്ളതായിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാ പീസസും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. കൃത്യം എണ്ണം ഞാൻ പറയുന്നില്ല ഇതളുകളുടെ. അപ്പോൾ നിങ്ങൾ എത്രയേറെ ഇതിൽ യൂസ് ചെയ്യുന്നു അത്രയേറെ നമ്മുടെ ഫ്ലവറിൻ്റെ ഭംഗി കൂടും. അപ്പം ഞാൻ അധികം ഇതളുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇത്രയും ഞാൻ കട്ട് ചെയ്ത അത്രയും ഇതളുകൾ തന്നെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇത് കഴിഞ്ഞപ്പോൾ തോന്നി കുറച്ചും കൂടി ഇതൾ ഉൾപ്പെടുത്താമായിരുന്നു എന്ന്. കാരണം ഞാൻ വളരെ കുറച്ചാണ് പിങ്ക് കളർ പേപ്പർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ യെല്ലോ കളർ പേപ്പർ ഇതുപോലെ ചുരുട്ടി ഗമ്മൊക്കെ വെച്ച് തേച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റായിട്ട് ഗമ്മ തേച്ചിട്ട് പിങ്ക് കളർ പീസസ് ഓരോന്നായിട്ട് അടുക്കി വെക്കാറുണ്ട്. അപ്പോൾ ആദ്യം 4 പീസസാണ് വെച്ച് പിന്നെ അതിൻ്റെ ഓരോ ഗ്യാപ്പായിട്ട് ഓരോ ഇതള് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ബിസി ആയിരുന്നു. നമ്മുടെ സ്കൂൾ തുറപ്പിൻ്റെ കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ട് നെയിം സ്ലിപ്പ് കാര്യങ്ങൾ ചെയ്യണതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള നെയിം സ്ലിപ്പ് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് വിസിറ്റ് ചെയ്യുക. അതിൽ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വർക്ക്സിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഒരൊറ്റൊരു മെസ്സേജ് ചെയ്തിട്ടാൽ ഉടനടി ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചു, ചേച്ചി നെയിം സ്ലിപ്പിനൊക്കെ എത്രയാണ് റേറ്റ് വരുന്നതെന്ന്. അപ്പോൾ നെയിം സ്ലിപ്പിന് ഞാനിവിടെ ഇട്ടിരിക്കുന്ന റേറ്റ് എന്ന് വെച്ചാൽ 20 നെയിം സ്ലിപ്പ് വരുന്നുണ്ട്. 20-ന് 80 രൂപ വെച്ചാണ് നെയിം സ്ലിപ്പിന് റേറ്റ് തന്നെ. അപ്പോൾ ഇതുകൂടാതെ പോസ്റ്റൽ വഴി സ്പീഡ് പോസ്റ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ 5 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഓർഡേഴ്സ് നിങ്ങളുടെ വീട്ടിലെത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്നില്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നാളെ ഒരു പുതിയൊരു വീഡിയോ വരാം. സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.